ജീവിതത്തിൽ ഒത്തിരി ആൾക്കാർ വരും, ഒത്തിരി ആൾക്കാർ പോവും. പല ആൾക്കാരെ നമ്മൾ വിശ്വസിക്കും, പല ആൾക്കാരെ നമ്മൾ വിശ്വസിക്കത്തില്ല. ഹലോ, ഹായ്, എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ വോയിസ് ഓവർ ഒരു ചെറിയ മോട്ടിവേഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കുഞ്ഞു മോട്ടിവേഷൻ തോന്നിക്കാണുമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എടുത്തത്, നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ആവാം. നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, നമുക്ക് ഫാമിലിയെ കാട്ടി ഒരു ഇമ്പോർട്ടൻസ് കാണുമല്ലോ. അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മളവരെ വിശ്വസിക്കും, സ്നേഹിക്കും. ചിലപ്പോൾ നമ്മളിൽ ഒത്തിരി പേര് നമ്മൾ അവരോട് നമ്മുടെ പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യും. പക്ഷേ കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പം നമ്മൾ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നമ്മൾ അവരുമായിട്ട് ക്ലോസ്നെസ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പിണക്കം കാരണം അത് കംപ്ലീറ്റായിട്ട് പോകും അല്ലേ. പിന്നെ അവർ നമ്മളോട് മിണ്ടാതാവും, അവർ നമ്മളോട് പിണങ്ങിപ്പോകും. ചിലപ്പം നമ്മുടെ ഭാഗത്തായിരിക്കും ശരി, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തായിരിക്കും ശരി. പക്ഷേ അതിലൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഷെയർ ചെയ്ത പല കാര്യങ്ങളും അവരോട് നമ്മളൊരു വിശ്വാസത്തോടെയാണ് ഷെയർ ചെയ്തത്. ആ കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? നമ്മൾ ആരോടെങ്കിലും പിണങ്ങി കഴിയുമ്പോഴേക്ക് ആ കാര്യം പോയി ചെന്ന്, ആ ദിവസം അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, പോയി ചെന്ന് ഷെയർ ചെയ്യും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട എന്ന് മനസ്സിലാവില്ല. നമ്മുടെ പോലെ ഉള്ള ഒത്തിരി പെണ്ണുങ്ങൾക്ക്, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, പെൺമക്കളായിക്കോട്ടെ, ഒത്തിരി പേർക്ക് നമുക്ക് ആരെ വിശ്വസിക്കണം എന്ന് മനസ്സിലാവില്ല. നമ്മളെപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മുടെ ചെറിയ കാര്യമാണെങ്കിലും നമ്മളെ കേൾക്കാൻ വേണ്ടി ഒരു നല്ലൊരു ലിസണർ നമ്മളെ കേൾക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോവും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് അവർ നമ്മളോട് പിണങ്ങുമ്പോഴൊക്കെ ഇതൊക്കെ പുറത്ത് പറയും. അത് ശരിയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാണോ? എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം കുറേ വർഷങ്ങളുടെ മുന്നേ നിങ്ങൾ ക്ലോസ് ആയിരുന്നു, അവർ നിങ്ങളോട് പല കാര്യങ്ങൾ ഷെയർ ചെയ്ത് കാണും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം കാരണോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണോ ഒരു പിണക്കം വന്ന് കാണും. പക്ഷേ പിണക്കം വന്നെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് ഷെയർ ചെയ്ത് എന്ത് പേഴ്സണൽ കാര്യം ആയിക്കോട്ടെ അതൊരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യില്ല വേറെ ഒരാളോട്. കാരണം ആ സമയത്തുള്ള നിങ്ങളോടുള്ള സ്നേഹം കാരണം, നിങ്ങളോട് ഉള്ള ഒരു വിശ്വാസം കാരണം അവർ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അതുകൊണ്ട് ഒരിക്കലും അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് നിങ്ങൾ എത്രയോ വലിയ ശത്രുക്കളായിക്കോട്ടെ അതൊരിക്കലും ഷെയർ ചെയ്യില്ല കേട്ടോ. അതൊരു നല്ല പ്രവൃത്തി അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആ സമയത്ത് നിങ്ങൾ എത്രയോ ക്ലോസ് ആയിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയോ സ്നേഹമായിരുന്നു, അവരത്ര സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങളോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണും. പക്ഷേ ഒരു ചെറിയ വഴക്കിൻ്റെ പേരിൽ ദേഷ്യം വന്നു കഴിഞ്ഞ് അവർ എന്തൊക്കെ പറഞ്ഞ് നിങ്ങളോട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അത് വേറൊരാളോട് പറഞ്ഞ് അത് പബ്ലിക് അത്ര നല്ലതാണോ? അല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ട് അത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ചെറിയ തോന്നിയ ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എല്ലാവരുടെ ഫാമിലിയിലും മിക്കവാറും നടക്കാറുണ്ട്. ഫാമിലി മാത്രമല്ല, ഫ്രണ്ട്സിൻ്റെ നടുക്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ബെറ്ററാണ് നമ്മൾ ആ സമയത്ത് അവരെന്ത് നമ്മളോട് പറഞ്ഞോട്ടെ. പക്ഷേ നമ്മൾ ശത്രു ആയാലും മിത്രം ഉള്ള സമയത്ത് ഷെയർ ചെയ്ത കാര്യങ്ങൾ ശത്രു ആയാലും ഒരിക്കലും ആ ഒരു കാര്യം പരസ്യമായിട്ട് പറയാൻ പാടില്ല, പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും ഒരാളോട് വിശ്വസിക്കാനുള്ള ഒരു ഇത് കാണത്തില്ല. പറഞ്ഞാൽ പേടിയായിരിക്കും, വിശ്വസിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കണ്ടാണ് ന്യൂസിലുമൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒത്തിരി പേര് സ്ട്രെസ്ഡ് ആയിട്ട് അവരുടെ ലൈഫ് എൻഡ് ചെയ്യുവാണ്. അങ്ങനത്തെയൊക്കെ ന്യൂസൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യമാണ് ഭയങ്കര പേടിയാണ്, ഭയങ്കര വിഷമം തോന്നും. കാരണം എന്തിനായിരിക്കും അവരുടെ ലൈഫ് എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിരിക്കും. അതവർക്ക് ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ ഓപ്പൺ അപ്പ് ആവുന്നില്ല. നമ്മൾ ഒരാളോട് ഓപ്പൺ അപ്പ് ആവുകയാണെങ്കിൽ അവരോട് നമുക്ക് വിശ്വാസമുണ്ട്, നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഓപ്പണായി പറയുമ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്, ഒരു സമാധാനമാണ്. ശരി, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊരു ഗുഡ് ലിസണർ ആവുകയാണെങ്കിൽ തന്നെ അവർക്കതൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. അപ്പോൾ ബെറ്ററാണ് അവർക്ക് ഉപദേശിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു ഗുഡ് ലിസണർ ആവാൻ നോക്കണം കേട്ടോ. പക്ഷേ എത്ര ലിസണർ ആണെങ്കിലും അവർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവരുടെ ശത്രു ആയാലും പോലും അതൊരിക്കലും പബ്ലിക്കിൽ പറയല്, അത് നല്ലതല്ല, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ പറയുന്നത്, നമ്മൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫലം നമുക്ക് എപ്പോഴായാലും കിട്ടും. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും നമ്മുടെ ലൈഫിൽ എപ്പോഴായാലും കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യല്ലേ. എപ്പോഴും നമുക്ക് എത്ര നല്ല ക്ലോസ് ആയിക്കോട്ടെ, നമുക്ക് ശത്രു ആയാലും ഒരിക്കലും അവരുടെ കാര്യം ഒരാളോട് നിങ്ങൾ ഷെയർ ചെയ്യല്. നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിൽ ശരി പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ട് സമാധാനം ആയി കഴിഞ്ഞിട്ട് ആ പേപ്പർ കീറിക്കളയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ വേറെ ആരോടും
ആരോടും പറയല്ലേ കേട്ടോ. പിന്നെ ഉള്ളത് എന്താണ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. സണ്ണായിട്ട് തോന്നിയപ്പോൾ ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് റൂട്ടീനാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചേക്കുന്ന ചെറിയ ഡസ്റ്റ്ബിന് അതും ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കാറുണ്ട്. ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യും, കാരണം പാറ്റ പല്ലി ഇതൊക്കെ വന്ന് നക്കുന്നതൊന്നും നമുക്ക് നല്ലതല്ല. അതേപോലെ തന്നെ നമ്മൾ ഈ രാത്രി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഞാൻ വന്ന് ഒന്നും കൂടി ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം രാത്രി അവിടെ എന്തൊക്കെ വന്നിരുന്ന് കാണും നമുക്ക് പറയാൻ പറ്റില്ല, പല്ലിയോ പാറ്റയോ. അതുകൊണ്ട് തന്നെ രാവിലെ വന്നുകൊണ്ടേ തന്നെ ഞാൻ തുണി നനച്ച് കഴിഞ്ഞിട്ട് അതിട്ട് സ്റ്റൗവും അവിടുത്തെ കൗണ്ടർ ടോപ്പും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. വെള്ളം കൊണ്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പച്ചക്കറികളൊക്കെ അരിയുന്നത്. കാരണം നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വീഴും, പിന്നെ നമ്മൾ അത് എടുത്തിട്ട് പിന്നെ യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യല്ലേ. ക്ലീൻ ഏരിയ ആണെങ്കിൽ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പം അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എപ്പോഴും കിടക്കാൻ. നമുക്ക് മെയിൻ എന്താ പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന മുന്നേ എല്ലാം വൃത്തിയായിരിക്കണം. ബാക്കി വന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ താഴെ ആയിക്കോട്ടെ എല്ലാം വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും കിടക്കാൻ പോകാൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലത് വരും, നല്ല പോസിറ്റീവ് എനർജി വരൂ. നമ്മുടെ വീട്ടിൽ നല്ലത് മാത്രം സംഭവിക്കത്തുള്ളൂ. നെഗറ്റിവിറ്റിയൊക്കെ മാറിയിട്ട് നല്ല പോസിറ്റീവ് എനർജി വരും. നമ്മുടെ വീട് മുഴുവൻ നല്ല പോസിറ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ ഇതേ ഞാൻ എല്ലാം ക്ലീനൊക്കെ ചെയ്തു, നല്ല വൃത്തിക്ക് എല്ലാം ആക്കി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രോസറി ഐറ്റംസൊക്കെ ഞാൻ നോക്കാറുണ്ട്. എന്തെങ്കിലും ക്ലീൻ ആവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കാറുണ്ട്. ഇപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഞാനൊരു നനവുള്ള കൈ കൊണ്ടായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ നല്ല തുടച്ച് മാറ്റി ഇങ്ങനെ നീറ്റാക്കി വയ്ക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അങ്ങനെ പറ്റത്തില്ല. അതിന് എപ്പോഴും എൻ്റെ വീട് ഇങ്ങനെ നീറ്റായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല, 100% അല്ല. പക്ഷേ പറ്റുന്ന സമയങ്ങളിൽ നീറ്റാക്കി വയ്ക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.